ചില ജീവിതങ്ങളുണ്ട് നമ്മളോട് ഒന്നും സംസാരിക്കാതെ തന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു തരും. ഇന്ന് നമ്മൾ അങ്ങനെ ഒരു ജീവിതയാത്രയാണ് കാണാൻ പോകുന്നത്. ഒരു പെൻഗ്വിന്റെ ജീവിതചക്രം, ത്യാഗത്തിന്റെയും അതിജീവനത്തിന്റെയും ഒരു നിശബ്ദമായ കഥ. അപ്പോ നമ്മുടെ ഈ കഥയുടെ തുടക്കം എവിടെയാണെന്നറിയാമോ? ലോകത്തിലെ ഏറ്റവും തണുപ്പുള്ളൊരിടത്ത് നിന്ന്, അന്റാർട്ടിക്കയിൽ. എല്ലും മരവിക്കുന്ന തണുപ്പും കാറ്റുമൊക്കെയുള്ള ആ മഞ്ഞിന്റെ ലോകത്ത് ഒരു പുതിയ ജീവൻ തുടിക്കാൻ പോവുകയാണ്. എല്ലാ വലിയ യാത്രകൾക്കും ഒരു തുടക്കമുണ്ടാവുമല്ലോ, അല്ലേ? അതുപോലെ ഒരു പെൻഗ്വിന്റെ ജീവിതയാത്ര തുടങ്ങുന്നത് ഈ കാണുന്ന വളരെ ദുർബലമായ ഒരു മുട്ടയിൽ നിന്നാണ്. ഇവിടെയാണ് നമ്മുടെ ആദ്യത്തെ പാഠം. അമ്മ പെൻഗ്വിനാണ് മുട്ടയിടുന്നത്. പക്ഷേ കഥ അവിടെ തീരുന്നില്ല. മുട്ടയിട്ട് കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഭക്ഷണം തേടി ദൂരേക്ക്, കടലിലേക്ക് പോകണം. അപ്പൊ പിന്നെ ഈ മുട്ടയുടെ കാര്യം ആര് നോക്കും? അതാണ് അച്ഛൻ പെൻഗ്വിന്റെ ജോലി. ഒന്നോ രണ്ടോ ദിവസമല്ല, മാസങ്ങളോളം നീളുന്നൊരു കാത്തിരിപ്പാണത്. ഈ കാത്തിരിപ്പെന്ന് പറഞ്ഞാൽ വെറുമൊരു നിൽപ്പല്ല കേട്ടോ, ശരിക്കും അവിശ്വസനീയമാണ്. ഈ മാസങ്ങൾ അത്രയും അച്ഛൻ പെൻഗ്വിൻ ഒന്നും കഴിക്കില്ല, ഒട്ടും വിശ്രമിക്കില്ല. ആ തണുത്തുറഞ്ഞ മണ്ണിൽ മുട്ട വെച്ചാൽ അത് നശിച്ചുപോകും. അതുകൊണ്ട് സ്വന്തം കാലുകൾക്ക് മുകളിൽ വെച്ച് അതിനെ പൊതിഞ്ഞു പിടിച്ചാണ് ഈ നിൽപ്പ്. അപ്പോ ജീവിതം നമ്മളെവിടെ പഠിപ്പിക്കുന്ന ആദ്യത്തെ പാഠം എന്തായിരിക്കും? സംശയമില്ല, അത് ത്യാഗമാണ്. ഒരു പുതിയ ജീവന് വേണ്ടി ഒന്നും തിരിച്ചു പ്രതീക്ഷിക്കാതെ ചെയ്യുന്ന ഒരു നിശബ്ദമായ സമർപ്പണം. അങ്ങനെ മാസങ്ങൾ നീണ്ട ആ കാത്തിരിപ്പിനൊടുവിൽ അമ്മ പെൻഗ്വിൻ തിരികെയെത്തും. അപ്പോ അച്ഛന് ഒന്ന് ശ്വാസം വിടാം. ഇവിടെ നിന്നാണ് കഥയുടെ അടുത്ത ഭാഗം തുടങ്ങുന്നത്. പരസ്പരം ആശ്രയിച്ചു ജീവിക്കുന്നതിന്റെ ഒരു പുതിയ പാഠം. ഒടുവിൽ ആ മുട്ട വിരിഞ്ഞ് പെൻഗ്വിൻ കുഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ ഈ ലോകം അതിനെ സ്വാഗതം ചെയ്യുന്നത് പൂക്കൾ കൊണ്ടൊന്നുമല്ല, മറിച്ച് എല്ല് തുളയ്ക്കുന്ന തണുപ്പും ആഞ്ഞടിക്കുന്ന കാറ്റും കൊണ്ടാണ്. അതിന് തനിച്ച് നടക്കാൻ പറ്റില്ല, നീന്താനറിയില്ല, ചുരുക്കിപ്പറഞ്ഞാൽ ഒറ്റയ്ക്കൊരു നിമിഷം പോലും അതിജീവിക്കാൻ കഴിയില്ല. അപ്പോ ആ കുഞ്ഞിന്റെ ജീവിതത്തിലെ ആദ്യത്തെ ഘട്ടങ്ങള് ഇതൊക്കെയാണ്. 1. മുട്ട വിരിഞ്ഞു പുറത്തേക്ക് വരുന്നു. 2. ഈ കഠിനമായ ലോകത്തെ ആദ്യമായിട്ട് നേരിടുന്നു. 3. ജീവൻ നിലനിർത്താൻ പൂർണ്ണമായും അച്ഛനെയും അമ്മയെയും ആശ്രയിക്കുന്നു. ഇവിടെയാണ് ജീവിതത്തിലെ രണ്ടാമത്തെ വലിയ പാഠം നമ്മൾ കാണുന്നത്. ഈ ലോകത്ത് ഒരു ജീവിതവും ഒറ്റയ്ക്ക് ജയിക്കാനുള്ളതല്ല, നമുക്കെല്ലാവർക്കും പരസ്പരം ആവശ്യമുണ്ട് എന്ന വലിയൊരു സത്യം. അങ്ങനെ ദിവസങ്ങളും ആഴ്ചകളും കടന്നുപോകുമ്പോൾ ആ കുഞ്ഞു വളർന്നു, കുറച്ചുകൂടി വലുതായി. ഇനിയിപ്പോ അതിജീവനത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. കടലിലെ വെല്ലുവിളികളെ നേരിടാനുള്ള സമയമായി. അങ്ങനെ അച്ഛനമ്മമാരുടെ ആ സുരക്ഷിതത്വത്തിൽ നിന്ന് മാറി ആ പെൻഗ്വിൻ ആദ്യമായിട്ട് കടലിലേക്ക് എടുത്തു ചാടുകയാണ്. നീന്താനും ഇരപിടിക്കാനുമൊക്കെ പഠിച്ചു തുടങ്ങുന്നു.